യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. എല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ യേശു ആരിലും വലിയവൻ ഈ മനോഹരമായ വചന ശുശ്രൂഷയിലേക്കും സൗഖ്യ പ്രാർത്ഥനകളിലേക്കും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് കൃപാലുവാണ്. നമ്മോട് കരുണ കാണിക്കുന്നവനും നമുക്ക് സൗഖ്യം നൽകുന്നവനും നമ്മുടെ കണ്ണുനീരിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നതിനുമാണ്. ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് വിട്ടുകൊടുക്കാം. ഉറപ്പായിട്ടും ഇന്ന് യേശു ഒത്തിരിയേറെ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം പറയുന്നു, ഏക സത്യതയുമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യേശുക്രിസ്തുവിനെ അറിയുക, യേശുവിനെ അയച്ച പിതാവിനെ അറിയുക, പരിശുദ്ധാത്മാവായ ദൈവത്തെ അനുഭവിക്കുക. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇത് മൂന്നും സംഭവിക്കണം. യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് യേശുവിനെ അനുഭവിക്കുക എന്ന് തന്നെയാണ്. ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ ആ വ്യക്തിയുമായി നമുക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാവണം. ഒരു വ്യക്തിയുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ വരുമ്പോഴാണ് ആ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ, ആ വ്യക്തിയുടെ സ്നേഹം, ആ വ്യക്തി എങ്ങനെയാണ് നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോൾ യേശുവിനെ വ്യക്തിപരമായിട്ട് അറിയുക, യേശുവിനെ അനുഭവിച്ച് അറിഞ്ഞ് സ്നേഹിക്കുക, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ, സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെ പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞത് വാഗ്വിലാസത്തോടുകൂടി ആയിരുന്നില്ല. ഭൗതികമായ അറിവിലോ വിജ്ഞാനത്തിലോ അല്ല യേശുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്.
ഞാൻ അനുഭവിച്ച, ഞാൻ തൊട്ടറിഞ്ഞ യേശുവിനെ കുറിച്ചാണ് നിങ്ങളോട് പങ്കുവച്ചത്. നമുക്കറിയാം, ശൗൽ എന്ന യുവാവ് തീഷ്ണമതിയായ ഒരു യഹൂദനായിരുന്നു. ഗമാലിയേലിന്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന് പഴയ നിയമ പുസ്തകങ്ങളിൽ ആഴമായിട്ട് അവഗാഹം നേടി ഉന്നതമായ നിലയിലായിരുന്ന ഒരു വ്യക്തിയാണ്. ക്രിസ്തുവിന്റെ സഭയെ നശിപ്പിക്കുവാൻ, ക്രൈസ്തവരെ പീഡിപ്പിക്കുവാനായിട്ട് അധികാരപത്രങ്ങളൊക്കെ വാങ്ങി ക്രൂരമായിട്ട് ക്രൈസ്തവ പീഡനം നടത്തിയ വ്യക്തിയാണ്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ കല്ലെറിഞ്ഞു കൊന്നവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ച വ്യക്തിയാണ്. അവൾ ശരിക്കും പൗലോസ് അനേകം ക്രൈസ്തവരെ പീഡിപ്പിച്ചതിൻ്റെ, കൊന്നതിൻ്റെ രക്തക്കറ പുരണ്ട സൗളായിരുന്നു. ആ രക്തക്കറ പുരണ്ട ശൗൽ എന്ന യുവാവ് ഒരു സ്വർഗീയ ഇടപെടലിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയാണ്, ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ്. അഹങ്കാരത്തിൻ്റെ ഹൃദയത്തോടുകൂടി ക്രൈസ്തവരെ പീഡിപ്പിച്ചു കടന്നുപോയ ശൗൽ, നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 22-ാം അധ്യായത്തിൽ 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിക്കുന്നുണ്ട്. ഞാൻ യാത്ര ചെയ്ത് മധ്യാഹ്നത്തോടെ ഡമാസ്കസിന് അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് വലിയൊരു പ്രകാശം എൻ്റെ ചുറ്റും വ്യാപിച്ചു. ക്രൈസ്തവരെ പിടിച്ച് അവരെ ദ്രോഹിക്കുവാനായിട്ട് കുതിരപ്പുറത്ത് പോയ ശൗൽ സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന ശക്തമായ ഒരു പ്രകാശവലയത്തിന്റെ ശക്തിയിൽ നിലംപതിച്ചു. ശൗൽ കേൾക്കുകയാണ്, ശൗൽ ശൗൽ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? ഓരോ ക്രിസ്ത്യാനിയും പീഡിപ്പിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് ക്രിസ്തു തന്നെയാണ്. ഓരോ ക്രിസ്ത്യാനിയും മുറിവേൽക്കുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ വേദനിക്കുന്നത് ക്രിസ്തുവാണ്. ശൗൽ ശൗൽ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? ശൗൽ ചോദിക്കുന്നു, അങ്ങ് ആരാണ്? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ, നീ ദ്രോഹിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. യഥാർത്ഥത്തിൽ നേരിട്ട് ശൗൽ യേശുവിനെ ദ്രോഹിച്ചിട്ടില്ല. പക്ഷെ യേശു സ്വന്തമാക്കിയ യേശുവിൻ്റെ മക്കളെ പീഡിപ്പിച്ചപ്പോൾ അത് യേശുവിനെ പീഡിപ്പിക്കുന്ന പോലെ തന്നെ ആയിരുന്നു. നമ്മൾ തിരിച്ചറിയുക, യേശുവിനെ സ്വന്തമാക്കുവാൻ, യേശുവിനെ അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ശൗലിലുണ്ടായ ശക്തമായ ഒരു ദൈവാനുഭവം, ശൗൽ നിലംപതിച്ചു, ദൈവത്തിൻ്റെ സ്വരം കേട്ടു, ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു ശക്തമായ അനുഭവത്തിലേക്ക് ശൗൽ കടന്നു വരികയാണ്. കാഴ്ച നഷ്ടപ്പെട്ടു. ഈ ശൗലിന്റെ മേല് അനനിയാസ് കരങ്ങൾ വെച്ചപ്പോൾ കണ്ണുകൾ തുറക്കപ്പെട്ടു. പിന്നീട് ശൗൽ തീഷ്ണമതിയായ ക്രിസ്ത്യാനിയായിട്ട് മാറുകയാണ്. ശൗൽ എന്ന യുവാവ് പൗലോസായിട്ട് മാറി. ഈ പൗലോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഈ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അല്ല, യേശുവിനെ കുറിച്ച് എനിക്കറിഞ്ഞാൽ മതി, എനിക്ക് യേശുവിനെ അനുഭവിച്ചാൽ മതി, മറ്റൊന്നിനെ കുറിച്ചും എനിക്കറിയേണ്ട. കുരിശിൽ മരിച്ച യേശുവിനെ കുറിച്ച്, സഹിച്ച യേശുവിനെ കുറിച്ച്, പീഡനം ഏറ്റുവാങ്ങിയ യേശുവിനെ കുറിച്ച് എനിക്കറിഞ്ഞാൽ മതി.
എനിക്ക് അവനെ അനുഭവിച്ചാൽ മതി, അവൻ്റെ സ്വന്തമായി തീർന്നാൽ മതി. ഇതായിരുന്നു പൗലോസിന്റെ തീരുമാനം. നമ്മൾ ഓരോരുത്തരും യേശുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ അവനെ ആഴത്തിൽ അനുഭവിച്ചറിയുന്ന ശക്തമായ ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരണം. നമ്മുടെ ജീവിതം കർത്താവിന് കൊടുത്താൽ, നമ്മുടെ ജീവിതം അവിടുത്തേക്ക് സമർപ്പിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് യേശുവിനെ അനുഭവിച്ചറിയുവാൻ അവൻ്റെ സാന്നിധ്യം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നത്, അവൻ്റെ സ്നേഹവലയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആയിരിക്കുന്നത് നമുക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവായ യേശുവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തുതി. യേശുവിനെ കണ്ടുമുട്ടുക. അനേകം ഉന്നതരായ ആളുകൾ, സമൂഹത്തിൻ്റെ ഉന്നതമായ നിലകളിൽ ജീവിക്കുന്നവർ, വലിയ ബുദ്ധിശാലികൾ, അവരൊക്കെയും അവരുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ കർത്താവിനെ കണ്ടെത്തിയവരാണ്. ജീവിതത്തിൻ്റെ തകർച്ചകളിൽ, പരാജയങ്ങളിൽ യേശുവിനെ കണ്ടുമുട്ടിയവരാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോൾ യേശുവിനെ കണ്ടുമുട്ടിയവരുണ്ട്. അടുത്ത നാളിൽ ഒരു വ്യക്തി പറഞ്ഞ ഒരു അനുഭവമാണ്. വലിയ ബിസിനസ്സായിരുന്നു, എല്ലാം തകർന്നു, കോടിക്കണക്കിന് രൂപ കടബാധ്യതയായി, ഒരു വഴിയുമില്ല. ഉള്ള വസ്തുക്കളും കെട്ടിടങ്ങളും ഒക്കെ വിറ്റാലും കടം തീരാത്ത അവസ്ഥയിലായി. ഇപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വരുന്നത്. ആദ്യത്തെ ധ്യാനമായിരുന്നു. ആ ധ്യാനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. താൻ ജീവിച്ച വഴികളും കടന്നു വന്ന വഴികളും നടന്നുപോയ വഴികളും തിരിഞ്ഞു നോക്കുവാൻ, അനുദപിക്കുവാൻ ഒരവസരം ദൈവം കൊടുത്തു. അദ്ദേഹത്തിന് ഇപ്പോൾ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെ ഓർത്ത് വേദനയില്ല. ആ മനുഷ്യൻ പറയുന്നു, നേരത്തെ ഞാൻ ധ്യാനത്തിന് വരേണ്ടതായിരുന്നു, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഞാൻ ഇരിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ അദ്ദേഹം യേശുവിനെ അനുഭവിച്ചറിഞ്ഞു. തൻ്റെ തകർച്ചകൾ, തൻ്റെ കഷ്ടതകൾ, തൻ്റെ പരാജയങ്ങൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ഒരനുഭവമായിട്ട് മാറി. അദ്ദേഹം പറയുകയാണ്, എനിക്കിപ്പോൾ സന്തോഷമായി, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് യേശുവിനെ സ്വന്തമാക്കിയാൽ മതി. അപ്പോൾ ജീവിതത്തിലെ നഷ്ടങ്ങളെ ഓർത്ത് അദ്ദേഹം ഇപ്പോൾ വിലപിക്കുന്നില്ല. ക്രിസ്തുവിനെ ആ ധ്യാനത്തിലൂടെ കണ്ടുമുട്ടുവാൻ സാധിച്ചു. ദിവ്യകാരുണ്യ ആരാധനയിൽ ശക്തമായ ദൈവിക സ്പർശനമുണ്ടായി. വലിയ ദൈവാനുഭവത്തിലേക്ക് ആ വ്യക്തി കടന്നു വരികയായിരുന്നു. 2 കൊരിന്തോസ് 5-ാം അധ്യായം 15-16 വചനങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഞങ്ങളെ പ്രതിസന്ധികളിൽ, വേദനകളിൽ, പീഡനങ്ങളിൽ മുൻപോട്ട് നയിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അവനോടുള്ള സ്നേഹത്തെ പ്രതി എന്തും സഹിക്കുവാൻ ഞാൻ തയ്യാറാണ്. പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ്. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്, ലോകത്തിനു വേണ്ടി ജീവിക്കരുത്, ജഡത്തിനു വേണ്ടി ജീവിക്കരുത്. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു മരിക്കണം. അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുക, അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചു. അതിനാൽ ഇപ്പോൾ മുതൽ
ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു. അതുകൊണ്ട് ആരെയും ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ ക്രിസ്തുവിനെ അറിയുന്നതിനും അനുഭവിക്കുന്നതിന് മുൻപ് സാവൂൾ എല്ലാം മാനുഷികമായ കാഴ്ചപ്പാടില് ബുദ്ധിയിൽ കണ്ടിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ അപ്പസ്തോലൻ പറയുന്നു, ഞാൻ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ കാണുന്നില്ല. ഹൃദയത്തിന് വെളിച്ചം കിട്ടിയപ്പോൾ പൗലോസ് ആത്മീയ കാഴ്ചപ്പാടില എല്ലാവരെയും കാണുന്നത്. ക്രിസ്തുവിന്റെ മനസ്സോടുകൂടിയ എല്ലാവരെയും കാണുന്നത്. ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെയാ എല്ലാം കാണുന്നത്. ഇത് പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു പ്രവൃത്തിയാണ്. ഇതുപോലെ നമുക്കുമായി മാറുവാൻ സാധിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞാൽ, അഭിഷേകം നിറഞ്ഞാൽ ക്രിസ്തു കാണുന്നത് പോലെ എല്ലാം കാണുവാൻ നമുക്ക് കഴിയും. നമ്മളൊക്കെ മാനുഷികമായ കാഴ്ചപ്പാടിൽ കാണുകയും മാനുഷികമായിട്ട് എല്ലാറ്റിനെയും വിലയിരുത്തുകയും ചെയ്തവരാണ്. പക്ഷേ യേശു കാണുന്നവരെ കാണുവാനും ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ വിലയിരുത്തുവാനും നമുക്ക് കഴിയണം. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിനെ അനുഭവിച്ച് അറിയുന്നതിന് മുൻപ്, ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിന് മുൻപ് ശൗൽ എന്ന ചെറുപ്പക്കാര് എല്ലാം മാനുഷികമായിട്ടാകേണ്ടത്. ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട്, ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ ഹൃദയം പൗലോസ് അപ്പോസ്തലന് ലഭിക്കുക. ആത്മാവിൽ നിറഞ്ഞ് എല്ലാം കാണുവാൻ, എല്ലാം വിലയിരുത്തുവാൻ പൗലോസ് അപ്പോസ്തലന് സാധിച്ചു. മാനുഷികമായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ തെറ്റുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുക. മാനുഷികമായിട്ട് നമ്മൾ വിലയിരുത്തുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. ആരെയും വിധിക്കാനോ വിലയിരുത്താനോ ഒന്നും നമുക്ക് അവകാശമില്ല. അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായത്തിന്റെ 27-28 വചനങ്ങൾ. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അവിടെ മനുഷ്യന്റെ ജീവിതത്തില് നഷ്ടങ്ങള്, രോഗങ്ങള്, കഷ്ടതകള്, സഹനങ്ങള് അനുവദിക്കപ്പെടുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ സഹനങ്ങളും രോഗങ്ങളും കഷ്ടതകളും ഉണ്ടാകും. കാരണം ഈ ഭൂമിയിൽ മനുഷ്യൻ പാപം ചെയ്യുന്നു. പാപം ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു. പിശാചിന്റെ ശക്തമായ പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് മനുഷ്യന് തുടർച്ചയായി സഹനങ്ങളും നൊമ്പരങ്ങളും പരാജയങ്ങളും കഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് പൂർണ്ണമായിട്ട് മാറ്റുവാൻ ഒരിക്കലും ആർക്കും സാധ്യമല്ല. ക്രിസ്തുവിന്റെ 2-ാം വരവ് വരെ ഉറപ്പാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് സഹനങ്ങൾ ഉണ്ടായിരിക്കും. അവൻ്റെ 2-ാം വരവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ വളരെ വേഗം വരട്ടെ. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അനുഭവത്തിലൂടെ കണ്ടെത്തുക, ജീവിത അനുഭവങ്ങളിലൂടെ, ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്ന വേദനകളിലൂടെ, തകർച്ചകളിലൂടെയാ പലരും ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കുന്നതും ദൈവത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും. എങ്കിലും അവിടുന്ന് നമ്മിലാരിൽ നിന്ന് അകലെയല്ല. എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. നാം അവിടുത്തെ സന്താനങ്ങളാണ്. നാം ദൈവത്തിൽ ആയിരിക്കുന്നു, നാം ദൈവത്തിൽ നിലനിൽക്കുന്നു, ദൈവത്തിൽ
ചരിക്കുന്നു, നാം ദൈവത്തോടുകൂടെ ആയിരിക്കുന്നു. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. ക്രിസ്തു എന്ന വ്യക്തി ലോകത്തിൻ്റെ രക്ഷകനുമായിട്ട് നേരിട്ടൊരു ബന്ധം, യേശുവുമായിട്ട് നേരിട്ടൊരു ദൈവാനുഭവം, ഒരു കണ്ടുമുട്ടൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി വേണ്ടിയിരിക്കുക. ആ യേശുവിനെ കണ്ടുമുട്ടുന്നവർ ഒരിക്കലും യേശുവിനെ വിട്ടുമാറില്ല. ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ സെന്റ് തോമസ് ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ സെന്റ് തോമസ് അപ്പസ്തോലൻ അവിടെ ഇല്ലായിരുന്നു. പിന്നീട് പ്രത്യക്ഷപ്പെടുമ്പോൾ യേശു അപ്പസ്തോലനെ വിളിച്ചു. എന്നിട്ട് പറയുക, എൻ്റെ ഈ കൈകളിലെ മുറിവുകൾ, ഈ പാർശ്വം പിളർക്കപ്പെട്ട ഹൃദയം നീ കാണുക, ഈ പാർശ്വത്തിൽ നിന്റെ വിരൽ കടത്തുക, വിരൽ കൊണ്ട് സ്പർശിക്കുക. സെന്റ് തോമസ് അപ്പസ്തോലന് യേശുവിനെ കാണുകയാ, അവൻ്റെ മുറിവുകളിൽ തൻ്റെ വിരൽ വെച്ചു നോക്കുകയാ. ഹല്ലേലൂയ! ഇത് ശക്തമായ ഒരു ദൈവാനുഭവം. യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തൊട്ട് അനുഭവിച്ച അപ്പസ്തോലൻ ദേശങ്ങൾ കടന്ന്, ദേശങ്ങൾ താണ്ടി, പ്രതികൂലങ്ങളെ ഒക്കെ അതിജീവിച്ച് ഭാരതത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചു. അവിടെ യേശു അനുഭവത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി മാത്രമേ പൂർണ്ണമായിട്ടും യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിച്ചെല്ലുകയുള്ളൂ. യേശു അനുഭവമില്ലാത്ത വ്യക്തി ഒരു സാധാരണ ക്രൈസ്തവ ജീവിതം നയിച്ചു കടന്നു പോവുകയാണ്. ശക്തമായ ഒരു യേശു അനുഭവം, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ഒരനുഭവം, മുറിവേറ്റ ക്രിസ്തുവിൻ്റെ ഒരനുഭവം, ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ ഒരനുഭവം, ഒരു സ്പർശനം ഏറ്റുവാങ്ങിയാൽ ആ വ്യക്തി ജീവിതം ക്രിസ്തുവിനായിട്ട് കൊടുക്കും. ജീവനും ജീവിതവും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നവരായിട്ട് മാറും. പൗലോസ് പറഞ്ഞില്ലേ, എനിക്ക് ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി, മറ്റൊന്നും എനിക്കറിയണ്ട. നമുക്കും അങ്ങനെ ആയിത്തീരാം. ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം എനിക്കറിഞ്ഞാൽ മതി. അവൻ്റെ സ്നേഹത്തെക്കുറിച്ച്, അവൻ്റെ കരുണയെക്കുറിച്ച്, എനിക്ക് നിത്യഭവനം ഒരുക്കി വെച്ചിരിക്കുന്ന എൻ്റെ യേശുവിനെ എനിക്ക് അനുഭവിച്ചാൽ മതി. അവൻ്റെ കൂടെ എന്നും ആയിരിക്കുക. ഇതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയും ആഗ്രഹവും. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ ഒരു ശക്തമായ ഒരു സ്പർശനാനുഭവം, മുറിവേറ്റ യേശുവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ സ്പർശനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. ഈ മകളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട, അനുഗ്രഹിച്ച, ഉയർത്തിയ ആ സാക്ഷി നമ്മൾ കേൾക്കുക. ദശാംശം കൊടുത്ത് അനുഗ്രഹം പ്രാപിച്ചതാണ് ഈ മകളുടെ കുടുംബം. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് വരാം. എൻ്റെ പേര് ജിജി, 3 മക്കളുണ്ട്. ഹസ്ബൻഡ് ബാങ്കിലാണ് ജോലി. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഈശോ കാണിച്ചു തന്നു ഒരു വലിയൊരു ബിസിനസ് സ്ഥാപനം. ഞാനത് പണിയാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നം, ഞാൻ ആകെ തളർന്ന് മെൻ്റൽ രോഗി പോലെ. അവസാനം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഗുഡ് ന്യൂസിൽ സാബു ബ്രദറുടെ ധ്യാനമുണ്ട്, നമുക്ക് രണ്ടാൾക്കും കൂടി. ഞങ്ങൾ രണ്ടാളും തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി ബ്രദറിൻ്റെ അവിടെ എത്തി. ഫ്രണ്ടിലായിരിക്കുന്നത്. അന്ന് ബ്രദർ വചനമെടുത്ത് വായിപ്പിക്കും. അപ്പോൾ 2 ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്നു. എനിക്ക് മെൻ്റൽ രോഗം പോലെയാണ്. ബ്രദർ പറഞ്ഞു എന്നോട്, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു സ്ത്രീയെ കർത്താവ് തൊടുന്നു. ഞാൻ ശക്തമായി വിശ്വസിച്ചു, യേശുവേ എന്നെ തൊടണമേ, എൻ്റെ സൗഖ്യം തരണമേ, എനിക്ക് ബിസിനസ്സും വേണ്ട, ഒന്നും വേണ്ട, ജീവിതത്തിൽ സമാധാനം മതി. അങ്ങനെ ബ്രദറിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു, ഞാൻ 1500 സ്ക്വയർ ഫീറ്റ് ഒരു ഷോറൂം പണിയാനാണ് തീരുമാനിച്ചത്, ഷീറ്റിട്ട് പണിയാനാണ്. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഷീറ്റിട്ട് പണിയണ്ട, വാർത്ത് പൈസ കുറവാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് കുറച്ച് വാർത്ത് പണിയാൻ പറഞ്ഞു. 2 വർഷം കഴിയുമ്പോൾ ഈ സ്ഥാപനം 3 നില ബിൽഡിംഗ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ അങ്ങനെ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ പോയി ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു അതിനുള്ള ഫണ്ടില്ല. അങ്ങനെ ഞങ്ങൾ ഷീറ്റ് മാറ്റി 1000 സ്ക്വയർ ഫീറ്റ് വാർത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് ഒരു 8000 സ്ക്വയർ ഫീറ്റായിട്ട് കർത്താവിനെ ഉയർത്തി.
ഇപ്പോൾ അത് 25,000 സ്ക്വയർ ഫീറ്റിലാണ് നിൽക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് നടത്തുന്നത്. ഹസ്ബൻഡ് എന്നെ സഹായിക്കുന്നുണ്ട്. ഈശോ, ഇന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു, ഈ മക്കളോട് ഞാൻ എന്ത് പറയണം ഈശോയെ? അപ്പോൾ ഈശോ എനിക്ക് ആദ്യം കാണിച്ചു തന്നു 100 രൂപ. അപ്പം ഞാൻ കൊടുത്തത് 10 രൂപ. പിന്നെ എനിക്ക് 1000 രൂപ കാണിച്ചു തന്നു. ഞാൻ കൊടുത്തത് 100 രൂപ. ഇപ്പോൾ ഞാൻ 25 ലക്ഷം രൂപ ഈശോയ്ക്ക് കൊടുത്തു. അപ്പോൾ ഏറ്റവും നല്ല ബിസിനസ് ഏതാണ്? ഈശോയ്ക്ക് കൊടുക്കും നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ സമ്പന്നരാകുക. എനിക്കിത്രേ പറയാനുള്ളൂ. അതായത് ഈ മകളിൽ ഇവരുടെ ഫർണിച്ചർ ബിസിനസ് ആരംഭിച്ചു. ദൈവം ഉയർത്തി. കൃത്യമായിട്ട് ദശാംശം ദൈവത്തിന് വേണ്ടി ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുക. അല്ലേ ചേച്ചി? അതെ അതെ, എല്ലാ മാസവും കൊടുക്കും. എല്ലാ മാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കുറച്ച് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6ഓളം വൈദിക വിദ്യാർത്ഥികളെ അവിടെ ദശാംശത്തിന് പഠിപ്പിക്കുന്നുണ്ട്. ഒക്കെ ഇന്നലെ ഷെയർ ചെയ്തു. ദൈവം ഉയർത്തി. സാമ്പത്തിക മേലെ വലിയ ഒരു ലെവലിലേക്ക് ഇവിടെ ബിസിനസ്സിനെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സാമ്പത്തികമായിട്ട് ഉയരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ കൊടുക്കത്തില്ല. കൊടുക്കാൻ മനസ്സില്ല. കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വളരെ ചെറിയ തുക കൊടുക്കുള്ളൂ. പക്ഷെ ദശാംശം കരുതി വെക്കുക. ഇപ്പം 10,000 രൂപ നമുക്ക് വരുമാനമുണ്ടെങ്കിൽ എത്ര രൂപ നമ്മൾ കൊടുക്കണം? 1000 രൂപ ദശാംശമായിട്ട് കൊടുക്കണം. 10% കൊടുക്കേണ്ടത്. 90% അപ്പം നമുക്ക് ഉപയോഗിക്കാൻ ദൈവം തരികയാണ്. അങ്ങനെ ഇവർ ഈ സഹോദരി കൊടുത്തു. ഇവരുടെ കുടുംബം, ഭർത്താവ് എല്ലാത്തിനും സപ്പോർട്ടാണ്. അതെ, ഭർത്താവ് കൂടെയുണ്ട്, എല്ലാത്തിനും സപ്പോർട്ടാണ്. ഇന്ന് വലിയ നിലയിലുള്ള ബിസിനസ് ഉയർത്തി കർത്താവിന് ഇഷ്ടം പോലെ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദശാംശം ഒന്ന് കൊടുത്തു നിങ്ങൾ നോക്കുക. വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കർത്താവിനെ ഒന്ന് പരീക്ഷിച്ച് അറിയുക. മലാക്കി 3:8. നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുന്നുവോ? നിങ്ങൾ ദശാംശം കലവറയിലേക്ക് കൊണ്ടുവരിക. ദശാംശം നിങ്ങൾ കൊടുത്ത് ദൈവത്തെ പരീക്ഷിക്കാം. നമ്മൾ ദശാംശം കൊടുക്കാൻ നമുക്ക് മനസ്സില്ല, കർത്താവിന് കൊടുക്കാൻ മനസ്സില്ല. അതുകൊണ്ടെന്താ, സാമ്പത്തിക മേഖല എന്നും കുന്നും, കടബാധ്യത തീരത്തില്ല, ഇങ്ങനെ പോവുക. ആരൊക്കെ ദശാംശം കൊടുത്തു തുടങ്ങിയോ അവിടെ മേൽ, സമ്പത്തിൻ്റെ മേൽ ദൈവം വിടുതൽ കൊടുക്കുക. ചിലർ കാണിക്കുന്ന ചില സൂത്രപ്പണിയുണ്ടല്ലോ, ദശാംശം അഡ്വാൻസായിട്ട് ദൈവത്തിന് കൊടുക്കും. അഡ്വാൻസായിട്ട് ദശാംശം കൊടുക്കുന്നവരുണ്ട്. ചിലപ്പോൾ വായ്പ മേടിച്ച് ദശാംശം കൊടുക്കുന്നവരുണ്ട്. എല്ലായിടത്തും കർത്താവ് വഴി തുറന്നു കൊടുക്കും. ഹല്ലേലൂയ. ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. ഇവിടെ കർത്താവിന് കൊടുക്കുക. കർത്താവ് നിങ്ങളുടെ ബിസിനസ്, സാമ്പത്തിക മേഖല, എല്ലാ മേഖലകളിലും ഉയർത്തും. ഹല്ലേലൂയ. ഈ മൾക്ക് വേണ്ടി അന്ന് കർത്താവ് മെസ്സേജൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു. നന്നായിട്ടെല്ലാം പോകുന്നല്ലേ? കുഞ്ഞുങ്ങളൊക്കെ എന്നിട്ട് പഠിക്കുന്നു. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു